വയനാട് ജില്ലയിൽ കനത്ത മഴയായിരുന്നു. ഇന്നിപ്പോൾ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വയനാട്ടിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് അവസ്ഥ എന്താണ്? സുർജിത്ത് അയ്യപ്പത്ത്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. മഴ ഇന്നലെ രാത്രി അത്ര വലിയ തോതിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ആശ്വാസം പകരുന്ന കാര്യമാണ്. ഇന്നലെ പകലത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള മഴ ഉണ്ടായിരുന്നില്ല. ഞാൻ നിൽക്കുന്ന സ്ഥലം പുളിഞ്ഞാൽ എന്ന് പറയുന്ന വെള്ളമുണ്ടയ്ക്ക് അടുത്തുള്ള പ്രദേശമാണിത്. ഇവിടെ ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസുണ്ട്. ആ ഓഫീസിൻ്റെ പ്രദേശത്തുകൂടി നെല്ലിക്കാച്ചാൽ എന്ന് പറയുന്ന ഉന്നതിയുണ്ട്. ആ ഉന്നതിയിലേക്ക് പോകുന്ന റോഡാണ്. ആ റോഡിൽ ഒരു വലിയ ഗർത്തം രൂപപ്പെട്ടൊരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നലെ വൈകിട്ട് 6 മണിയോട് കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. അതൊരു കിണർ പോലെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കിണർ പോലെ ഒരു ഗർത്തം, മണ്ണ് ഇടിഞ്ഞ് താഴ്ന്ന നിലയാണുള്ളത്. അതിൻ്റെ തൊട്ടപ്പുറത്തൊരു പാറയുണ്ട്. ആ പാറയ്ക്ക് അടുത്തുനിന്ന് ഇത് ഇടിഞ്ഞ് താഴ്ന്നിരിക്കുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. ഈ ചിറപ്പുല്ല് മല, അതായത് പ്രധാനപ്പെട്ട ഒരു ടൂറിസം കേന്ദ്രമാണ്, ഇക്കോ ടൂറിസം കേന്ദ്രമാണ് ഈ ചിറപ്പുല്ല് മല എന്ന് പറയുന്നത്. ആ ചിറപ്പുല്ല് മലയുടെ താഴ്വാരമാണ് ഈ പ്രദേശം. ബാണാസുര മലനിരകളുടെ ഭാഗമായി കിടക്കുന്ന പ്രദേശമാണ്. അവിടെയാണ് ഇങ്ങനെ കിണർ പോലെ അതിൻ്റെ തൊട്ട് താഴെയാണ് ഈ കിണർ പോലെ ഇങ്ങനെ ഇടിഞ്ഞ് താഴ്ന്നിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊക്കെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ നാട്ടുകാരും എത്തിയിട്ടുണ്ട്. ഇദ്ദേഹം ഫോറസ്റ്റ് ബീറ്റ് ഓഫീസറാണ്. എന്താണ് ശരിക്കും സംഭവിച്ചത്? ഇന്നലെ ഒരു വൈകിട്ട് ഒരു 5:45 സമയത്തോടെയാണ് ഇവിടെ ചെറിയൊരു സൗണ്ട് കേട്ടിട്ട് ഇതിനടുത്തുള്ള വീട്ടിലുള്ള കുട്ടികളാണ് നമ്മുടെ ഓഫീസിൽ വന്ന് പറയുന്നത്. ഓഫീസ് ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ വന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അന്നേരം തന്നെ പെട്ടെന്ന് വന്നപ്പോൾ ഇത്രയൊന്നും വലുപ്പമില്ലായിരുന്നു. ചെറിയൊരു ഭാഗം പൊട്ടിയിട്ട് താണുപോയതായിരുന്നു. പിന്നെ നമ്മളിവിടെ നിൽക്കുമ്പോഴാണ് നല്ല മഴയായിരുന്നു ആ സമയത്ത് വൈകിട്ട്. അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ 2 സൈഡിൽ നിന്നും മണ്ണിടിഞ്ഞ് താഴാൻ തുടങ്ങി വലിയ സൗണ്ടിലേക്കാണ് താഴെ പതിക്കുന്നത് പോലെ തോന്നിയത്. അപ്പോൾ നമുക്ക് വലിയൊരു ആഴം പോലെ തോന്നി. അപ്പോൾ തന്നെ നമ്മൾ എല്ലാ അധികൃതരെയൊക്കെ വിളിച്ചു പറഞ്ഞു. നമ്മുടെ 3 റേഞ്ച് ഓഫീസർമാരും, മാനന്തവാടി, പെരിയ, ബേഗൂർ റേഞ്ച് ഓഫീസർമാരും, വില്ലേജ് ഓഫീസറും, തഹസിൽദാരും എല്ലാവരും സ്ഥലത്തെത്തി. പഞ്ചായത്തിൽ നിന്ന് ആൾക്കാർ, വാർഡ് മെമ്പർ, അവരൊക്കെ നമ്മുടെ സ്ഥലത്തെത്തി. പെട്ടെന്ന് തന്നെ അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ ആദ്യം തന്നെ ഈ ഉന്നതിയിലുള്ള ആൾക്കാരെയൊക്കെ പെട്ടെന്ന് പുളിഞ്ഞാൽ സ്കൂളിലേക്ക് പെട്ടെന്ന് മാറ്റാനുണ്ടായത്. പിന്നെ എന്താ പറയുക, ഇന്ന് വിദഗ്ധ സംഘം എത്തുന്നുണ്ടെന്ന് പറയുന്നു. എന്താണ് ഇങ്ങനെ ഒരു കുഴി രൂപപ്പെട്ടതെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ റോഡാണ്. ഈ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വലിയ വണ്ടി അടക്കം ഇവർ ഉന്നതിയിലേക്കാണെങ്കിൽ, ഇവിടെ പറമ്പിലേക്കാണെങ്കിൽ എന്തെങ്കിലും പരിപാടിയൊക്കെ ആയിട്ട് വരുന്നതാണ്. നീർച്ചാല് കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ രൂപപ്പെട്ടു എന്നുള്ളത് നമുക്കും ആശങ്കയുണ്ട്. ശരിക്കും ഒരു പാറ ഉണ്ടല്ലോ, ആ പാറയുടെ അടുത്താണ് ഇടിഞ്ഞ് വീണിട്ടുള്ളത്. അല്ല, ഈ സൈഡിലായിരുന്നു ആദ്യം ഇടിഞ്ഞ് മണ്ണ് 2 സൈഡിൽ നിന്നും താഴാൻ തുടങ്ങിയപ്പോഴാണ് പാറ തെന്നി കുറച്ച് മുന്നിലേക്ക് വന്നത്. ഇന്നലെ വൈകിട്ട് നല്ല മഴയായിരുന്നു. പക്ഷെ ഇത് ഇടിഞ്ഞതിന് ശേഷം മഴ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ അങ്ങനെ നിന്നു. അത് രാത്രി മഴയില്ലായിരുന്നു. അതുകൊണ്ട് വലിയൊരു കുഴപ്പമില്ലായിരുന്നു. എന്തായാലും ഇതാണ് ഒരു കാഴ്ച. കാരണം ഇവിടുത്തെ ഇങ്ങനെ ഇത് ഇടിഞ്ഞ് താഴ്ന്ന നിലയാണ്. ഒരു ഭാഗത്ത് പാറ ഇങ്ങനെ വിണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട്. റോഡിൽ ശരിക്കും അതൊരു കിണർ പോലെയാണ്. കറക്റ്റ് ഒരു വട്ടത്തിൽ തന്നെ കിണർ പോലെയുള്ള അവസ്ഥയാണുള്ളത്. മാത്രമല്ല വയനാട്ടിൽ പൊതുവെ മഴ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് ബാണാസുര അണക്കെട്ട് ഉൾപ്പെടെ തുറക്കുന്നുണ്ട്. ഇന്ന് രാവിലെ 10 മണിക്ക് ബാണാസുര അണക്കെട്ട് തുറക്കും. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലടിയിൽ തന്നെയാണ്. പലയിടങ്ങളിൽ നിന്ന് വെള്ളം വാങ്ങുന്നുണ്ട്. എന്തായാലും വെള്ളം പിൻവാങ്ങുന്നുണ്ട്.